അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നു, ചില കാരണങ്ങളാൽ പാലാണ് അത്യുത്തമം എന്ന് തെളിവുകൾ താൽപ്പര്യപ്പെടുന്നു. ഒന്ന്, പാലിനെ മാത്രമാണ് അള്ളാഹു ശിശുവിൻ്റെ പോഷകാഹാരമാക്കിയത്. അത് ശിശുവിന് ആഹാരപാനീയങ്ങളിൽ നിന്ന് പര്യാപ്തത നൽകുന്നു. തേൻ അങ്ങനെയല്ല. 2, പാലല്ലാത്ത മറ്റൊന്നും ആഹാരപാനീയങ്ങളിൽ നിന്നും പര്യാപ്തത നൽകുന്നതല്ല. 3, ഹദീസിൽ വന്നതുപോലെ അത് ഒരാൾക്കും തൊണ്ടയിൽ കുടുങ്ങുകയില്ല. പാല് കുടിക്കുന്നവർക്ക് സുഖകരമായ പാനീയമാണെന്ന് പാലിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. 4, ഇസ്രാ രാത്രിയിൽ പാലും തേനും മദ്യവും നൽകിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാലാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ തിരുമേനിയോട് ഇപ്രകാരം പറയപ്പെട്ടു, ഇതാണ് പ്രകൃതി, താങ്കളും താങ്കളുടെ സമുദായവും ഈ പ്രകൃതിയിലായിരിക്കും. ഈ സംഭവം ബുഖാരിയിലും മുസ്ലിമിലും ഉദ്ധരിച്ചിട്ടുണ്ട്. 5, ഹദീസിൽ ഇപ്രകാരം വന്നിട്ടുണ്ട്, പാലല്ലാത്ത വല്ലതും തിന്നവനോട് ഇപ്രകാരം പറയുവാൻ തിരുമേനി ആജ്ഞാപിച്ചു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വഅത്ഇംനാ ഖൈറൻ മിൻഹു. അള്ളാഹുവെ, ഞങ്ങൾക്ക് ഇതിൽ അനുഗ്രഹം നൽകണമേ, ഇതിനേക്കാൾ ഉത്തമമായത് ഞങ്ങൾക്ക് ഭക്ഷിപ്പിക്കുകയും ചെയ്യണമേ. എന്നാൽ പാല് കുടിച്ചവനോട് ഇപ്രകാരം പറയുവാനാണ് തിരുമേനി കൽപ്പിച്ചത്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വസിദ്നാ മിൻഹു. അള്ളാഹുവെ, ഞങ്ങൾക്ക് ഇതിൽ അനുഗ്രഹം ചെയ്യണമേ, ഇതിൽ നിന്ന് ഞങ്ങൾക്ക് വർധനവ് നൽകുകയും ചെയ്യണമേ. ഈ ഹദീസ് പാലിനേക്കാൾ ഉത്തമമായ മറ്റൊന്നുമില്ലെന്ന് തെളിവായി വർത്തിക്കുന്നു. അപ്പോൾ തേനോ പാലോ ഏതാണ് ഉത്തമം? പാലാണ് ഉത്തമം എന്ന് ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാകുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.